ശബരിമല സ്വർണം കട്ടത് ആരപ്പ എന്ന ചോദ്യത്തിന് ഉത്തരം പതിയെ പുറത്തേക്ക് വരുന്നുണ്ട്. മേനോൻ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ശബരിമല സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അയ്യപ്പന്റെ സ്വർണം തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൊണ്ടുചെന്ന് ഉരുക്കിയ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന പങ്കജ് ഭണ്ഡാരിയുടെ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ആ സ്വർണം ഉരുക്കിയതുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകൻ സർക്കാർ അഭിഭാഷകനായി മാറുന്ന വിസ്മയം. വെറുതെ സർക്കാർ അഭിഭാഷകനായി മാറുക മാത്രമല്ല, ഇനി മുതൽ ദേവസ്വം ബോർഡിന്റെ കേസുകൾക്ക് അപ്പിയർ ചെയ്യാൻ പോകുന്ന വ്യക്തിയായിട്ട് മാറ്റുന്നുണ്ടെങ്കിൽ സ്വർണം കടത്തിക്കൊണ്ടു പോയതും ഉരുക്കിയതും വിറ്റതും ആ പണം കൊണ്ടുപോയി പുട്ടടിച്ചതും ആരാണ് എന്നതിനുള്ള ഉത്തരം അയ്യപ്പൻ തന്നെ മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ടി വി പ്രസാദ് ഉണ്ട്. ടി വി പ്രസാദ്, അത്ഭുതകരമായിരിക്കുന്നു. ഇന്നലെ വരെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിന്റെ അഭിഭാഷകനായിരുന്ന, ആ സ്ഥാപനത്തിന് വേണ്ടി മാധ്യമങ്ങളിൽ പ്രതിരോധിച്ച് സംസാരിച്ചിരുന്ന അഭിഭാഷകൻ ഇന്ന് നേരെ എതിർഭാഗത്ത് നിൽക്കുന്ന ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകനായി മാറുകയാണ്. ഈ കേസിലെ പ്രതിഭാഗത്തുണ്ടായിരുന്ന അഭിഭാഷകൻ ഈ കേസിലെ തന്നെ വാദിഭാഗത്തിന് അഭിഭാഷകനായി മാറുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ നിയമനം യഥാർത്ഥത്തിൽ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നിയമനം സ്വാഭാവികമായും സംശയനിഴലിലാവുകയും ചെയ്യുന്നത് ഈ സാഹചര്യത്തിലാണ്. ഈ കേസ് ഇനിയും അവസാനിച്ചിട്ടില്ല. ടി വി പ്രസാദ്, കുറ്റപത്രം പോലും പൂർണ്ണമായി കൊടുക്കാത്ത കേസാണ്. ഗുഡ് മോർണിംഗ് അരുൺ. കേസ് അവസാനിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കുറ്റപത്രം കൊടുക്കാത്ത കേസിലാണ്. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയുടെ സ്ഥാപനത്തിന്റെ അഭിഭാഷകനായ ആളെ ഗവൺമെന്റ് പ്ലീഡറായി നിയമിക്കുന്നത് എന്നുള്ളതാണ്. അരുൺ, ഇതിലൊരു പ്രശ്നമുള്ളത്, സൗത്ത് ഇന്ത്യ ആകെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു വലിയ തട്ടിപ്പാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ നേതൃത്വത്തിൽ നടന്നത് എന്ന് നേരത്തെ തന്നെ വിവരങ്ങൾ പുറത്തു വന്നതാണ്. ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ, ഇപ്പൊ മുരാരി ബാബുവിന്റെ അഭിഭാഷകനാണെങ്കിൽ നമുക്ക് അങ്ങനെയെങ്കിലും കരുതാം ഒരു വ്യക്തിയുടേതാണ് എന്ന്. പക്ഷേ ഈ സ്മാർട്ട് ക്രിയേഷൻസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും 2019 മുതൽ അയ്യപ്പന്റെ മുതൽ കൊണ്ടുപോയി അവിടെ നിന്ന് ഉരുക്കിയെടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് സ്വർണം പൂശി ഇങ്ങ് ശബരിമലയിൽ എത്തിച്ചത്. ആ സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി ഹാജരായ അഭിഭാഷകനെ സർക്കാരിന്റെ ഭാഗം പറയാൻ, ദേവസ്വം ബോർഡിന്റെ ഭാഗം പറയാൻ ഏൽപ്പിക്കുന്നതോടുകൂടി ഇനി ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് എന്താകും എന്ന കാര്യത്തിലാണ് നാട്ടുകാർക്ക് ആശങ്കയുള്ളത്. ഇനി എങ്ങനെയാണ് അരുൺ ഈ പ്രത്യേക അന്വേഷണ സംഘം പങ്കജ് ഭണ്ഡാരിക്കെതിരായി, സ്മാർട്ട് ക്രിയേഷൻസിനെതിരായി ഒരു നിലപാട് കുറ്റപത്രത്തിൽ സ്വീകരിക്കുക? ഉറപ്പായും ഇനി ഈ പ്ലീഡറുടെ അഭിപ്രായം കൂടി കേട്ട് മാത്രമേ കുറ്റപത്രം കൊടുക്കാൻ കഴിയൂ. അങ്ങനെയെങ്കിൽ സ്മാർട്ട് ക്രിയേഷൻസ് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നായിരിക്കുമോ കുറ്റപത്രത്തിൽ എഴുതേണ്ടി വരിക? പങ്കജ് ഭണ്ഡാരി ഒന്നും അറിയില്ല എന്നാണോ കുറ്റപത്രത്തിൽ എഴുതേണ്ടി വരിക? അവരുമായി ഒരു ബന്ധവുമില്ല, സ്വർണ്ണക്കച്ചവടക്കാരനായ ഗോവർദ്ധന് എന്നാണോ കുറ്റപത്രത്തിൽ എഴുതേണ്ടി വരിക? അരുൺ, ഗുരുതരമായ കാര്യമാണ്. ഈ അഡ്വക്കേറ്റ് പ്രദീപ് മാധ്യമങ്ങളോട് വന്ന് പറഞ്ഞതുകൂടി ഞാനൊന്ന് കേൾപ്പിക്കാം. അതിനുശേഷം ഞാൻ പ്രസാദിലേക്ക് തിരിച്ചു വരാം. അന്ന് ഈ സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമയത്ത്, അതിന്റെ അഭിഭാഷകനായിരുന്ന സമയത്ത് നമ്മളുടെ ചോദ്യത്തിന് എന്താണ് അന്ന് ഈ അഭിഭാഷകൻ പറഞ്ഞത് എന്ന് നമുക്കൊന്ന് കേട്ടുവരാം. അല്ല, ഇപ്പൊ നമ്മളിപ്പോ ചെയ്തത് നമ്മൾ തന്നെ ചെയ്ത സാധനമായതുകൊണ്ട്, ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്തതായതുകൊണ്ട് നമുക്ക് അതിന്റെ ഗോൾഡ് റിട്രീവ് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഈ പ്രോബ്ലം ആയിട്ടുള്ള പ്രശ്നമായിട്ടുള്ള സംഗതി ഉണ്ടല്ലോ, അതില് നമ്മള് നമ്മുടെ ഫാക്ടറിയിൽ 96% ഗോൾഡ് അതിൽ നിന്ന് റിട്രീവ് ചെയ്തിട്ട് നമുക്ക് കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ട് വീണ്ടും ഇലക്ട്രോപ്ലേറ്റ് ചെയ്തത്. അതാണ് ഇപ്പൊ ചെയ്തത്. അല്ല, കോർട്ടിന് സംശയം വരുമല്ലോ, സ്വാഭാവികമല്ലേ. കോടതി റെക്കോർഡുകൾ പരിശോധിക്കുമ്പോൾ 42 കിലോ ഉള്ള ഒരു സാധനം ഇളക്കിക്കൊണ്ട് ചെന്നൈയിലെത്തുമ്പോൾ അത് 38 കിലോ ആയിട്ട് മാറി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കണക്കല്ലേ. ഒന്നും കൂട്ടിയ 2 വരുള്ളൂ. ഇതാണ് അഡ്വക്കേറ്റ് കെ ബി പ്രദീപ് എന്ന് പറഞ്ഞത്. അന്ന് ഈ സ്ഥാപനത്തിന്, ഈ സ്മാർട്ട് ക്രിയേഷൻസിന് ഇതിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്നും, സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ആ സ്വർണം നഷ്ടപ്പെട്ടിരുന്നു എന്നുമാണ് അന്ന് കെ ബി പ്രദീപ് പറഞ്ഞത്. ആ കെ ബി പ്രദീപാണ് സ്വർണം നഷ്ടപ്പെട്ട ദേവസ്വം ബോർഡിന് വേണ്ടി ഇനി ഹാജരാകുന്നത് എന്നുള്ളതാണ് ഇതിലെ വൈരുദ്ധ്യം. ടി വി പ്രസാദ്, അത് തന്നെയാണ് അരുൺ. ഞങ്ങൾ എന്നാണ് പ്രദീപ് ഉപയോഗിച്ച വാക്ക്. അതായത് സ്മാർട്ട് ക്രിയേഷൻസിനെ ഞങ്ങൾ എന്ന് പറയുന്ന ആളാണ് ഇനിയിപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഭാഗം നമ്മുടെ കോടതികളെ അറിയിക്കേണ്ടത്. അന്ന് വലിയ ന്യൂനതകൾ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു പ്രത്യേക അഭിഭാഷകൻ ഇല്ല എന്ന കാര്യത്തിൽ. ഇതാ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഗവൺമെന്റ് പ്ലീഡറുടെ കാര്യത്തിൽ കള്ളന് താക്കോൽ കൊടുക്കുന്നു എന്ന
നമ്മൾ പറയുന്ന പഴഞ്ചൊല്ല് ആപ്തവാക്യമാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി. സ്മാർട്ട് ക്രിയേഷൻസിലാണ് എല്ലാ കാര്യങ്ങളും നടന്നത്. അരുൺ, നമ്മുടെ ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണ്ണപ്പാളികൾ, കട്ടിളപ്പടികൾ, ദ്വാരപാലക വിഗ്രഹങ്ങളിലെ പാളികൾ അപ്പാടെ കൊണ്ടുപോയി സ്വർണം വേർതിരിച്ച് ഡ്യൂപ്ലിക്കേറ്റ് സ്വർണം പേരിന് പൂശി നിറം കൊടുത്ത് തിരിച്ചെത്തിച്ച സ്ഥാപനം അത് സ്മാർട്ട് ക്രിയേഷൻസ് ആണ്. ഈ കുറ്റപത്രത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഉണ്ടാകേണ്ട സ്ഥാപനം സ്മാർട്ട് ക്രിയേഷൻസ് ആണ്. അവരുടെ അഭിഭാഷകനെ, ഞങ്ങളുടെ സ്ഥാപനം എന്ന് പറഞ്ഞു നിന്ന അഭിഭാഷകനെ ഗവൺമെന്റ് പ്ലീഡറാക്കിയതോടുകൂടി ഇനി ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിന്റെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണ് എന്ന കാര്യത്തിൽ ഉറപ്പായും നിയമവിദഗ്ധർക്കുൾപ്പെടെ ആശങ്കയുണ്ട്. അതാണ് ഈ നിയമനത്തിന്റെ പ്രശ്നം. ഇത് ഏതെങ്കിലും ഒരു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒരു വ്യക്തിയുടെ അഭിഭാഷകനല്ല അരുൺ. ഈ തട്ടിപ്പാകെ ചെയ്യാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം കൂട്ടുനിന്ന, ഒരുപക്ഷെ ഈ തട്ടിപ്പിന് വേണ്ടി തന്നെയാണ് അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയത് എന്ന് പോലും സംശയമുള്ള സ്ഥാപനത്തിന്റെ അഭിഭാഷകനെ ദേവസ്വം ബോർഡിന്റെ ഭാഗം പറയാൻ ഹൈക്കോടതിയിലേക്ക് അയക്കുമ്പോൾ അത് അത്ര നിഷ്കളങ്കമായി കാണാൻ കേട്ടല്ലോ. അയ്യപ്പന്റെ സ്വർണ്ണക്കടത്ത് കേസ് അല്ലെങ്കിൽ ശബരിമല സ്വർണം കട്ട കേസിൽ യാഥാർത്ഥ്യം പുറത്തു വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു നീക്കം ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമോ? ഈ ഒരു നീക്കം നടത്തിയിട്ടുണ്ടാകുന്നത് എന്തിനായിരിക്കും? ആ കേസിൽപ്പെട്ട ഒരൊറ്റ മനുഷ്യർ പോലും നിയമത്തിന്റെ മുന്നിൽ ശിക്ഷിക്കപ്പെടാൻ പാടില്ല, പിടിക്കപ്പെടാൻ പാടില്ല. ആരോപണ വിധേയരായിട്ട് നിൽക്കുന്നവരെ, പ്രത്യേകിച്ച് സ്മാർട്ട് ക്രിയേഷൻസ് പോലുള്ള സ്ഥാപനങ്ങൾ നമുക്ക് വേണ്ടപ്പെട്ട സ്ഥാപനമാണ്. കാര്യം തന്ത്രിയുടെ രാഷ്ട്രീയ ബന്ധം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹം അടൂർ പ്രകാശിന്റെ, ആന്റോ ആന്റണി എംപിമാരോടൊപ്പം നേരെ സോണിയാഗാന്ധിയുടെ ജൻപത്തിലെ വീട്ടിൽ ചെന്ന് ഫോട്ടോ എടുക്കുക, കയ്യിൽ ചരട് കെട്ടിക്കൊടുക്കുക, വലിയൊരു സമ്മാനം കൊടുക്കുക, ഒന്നല്ല പലതവണ. ഇതൊക്കെ ചെയ്ത പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധൻ ഉൾപ്പെടെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ നിന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തതിന്റെ ദൃശ്യം പുറത്തു വന്നിരുന്നു. ഒന്നും ഇതുവരെ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോ അതേ സ്മാർട്ട് ക്രിയേഷൻസ്, ഏത് സ്മാർട്ട് ക്രിയേഷൻസ്? സ്വർണം നിരന്തരം കൊണ്ടുപോയി ഉരുക്കിക്കൊണ്ടിരുന്ന സ്മാർട്ട് ക്രിയേഷൻസ്, ആ സ്മാർട്ട് ക്രിയേഷൻസ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കേസിൽ കുറ്റപത്രം പോലും സമർപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി കോടതിയിൽ ഹാജരായിക്കൊണ്ടിരുന്ന അഭിഭാഷകൻ അഥവാ അഡ്വക്കേറ്റ്, അയാളെ സർക്കാരിന്റെ അഭിഭാഷകനാക്കി മാറ്റിയെങ്കിൽ അതിന്റെ പിന്നിലെ ഉദ്ദേശം എന്തായിരിക്കും? അരിയാഹാരം കഴിക്കുന്നവർക്ക് ഇതിനേക്കാൾ കൂടുതലായിട്ട് എന്തെങ്കിലും വിശദീകരിച്ചു തരാനുണ്ടോ? ഈ ശബരിമല സ്വർണം കെട്ടതുമായി ബന്ധപ്പെട്ട് ആരെയും രക്ഷിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇങ്ങനെ ഒരു നീക്കം നടത്തേണ്ട കാര്യം എന്താണ്? ദേവസ്വം ബോർഡിലിരുന്ന മന്ത്രിയെയും പ്രസിഡന്റിനെയും, സ്വർണം കട്ടുകൊണ്ടുപോയ തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഭണ്ഡാരിയും ഗോവർദ്ധൻ ഉൾപ്പെടെയുള്ളവരെ വെള്ളപൂശിക്കൊണ്ട് ഇത്രയും കാലം ഇവർ സംസാരിച്ചതിന് ശേഷം ആ പദവികളിൽ ഇരുന്നു എന്നതിന്റെ പേരിൽ മന്ത്രിയെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും പഴിചാരിക്കൊണ്ട് സ്വർണം കട്ടുകൊണ്ടുപോയവർ, അത് ഉരുക്കിയവരെയൊക്കെ രക്ഷപ്പെടുത്താൻ നിലനിന്ന അഡ്വക്കേറ്റിനെ ഗവൺമെന്റിന്റെ സ്ഥാനത്തേക്ക് വലിക്കുന്നുണ്ടെങ്കിൽ ആരെ രക്ഷപ്പെടുത്താനാണ്? ഈ സ്വർണം കെട്ടതിൽ പങ്ക് ആർക്കാണ്? നിങ്ങൾക്ക് ചിന്തിക്കാൻ ശേഷിയുണ്ടോ? അതോ കോൺഗ്രസ് സ്നേഹം തലയ്ക്ക് പിടിച്ച് അന്ധരായി മാറിയിട്ടുണ്ടെങ്കിൽ അയ്യപ്പന്റെ സ്വർണം കെട്ട വിഷയത്തിലും ആരാണ് അത് കട്ടതെന്നും ആ കട്ടതിന്റെ വിഹിതങ്ങൾ അങ്ങ് സോണിയാഗാന്ധിയുടെ വീടുകളിൽ വരെ എത്തി എന്നുള്ള സംശയം കൃത്യമായി ബലപ്പെടുകയാണ്. അതിലേക്ക് എത്താതിരിക്കാൻ വിദഗ്ധമായിട്ട് പ്രതിസ്ഥാനത്തിന്റെ വക്കീലിനെ തന്നെ സർക്കാർ അഭിഭാഷകനാക്കി അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കം ആരംഭിച്ചു എന്നതിന്റെ തെളിവാണ് ഈ പുറത്തു വന്നിരിക്കുന്ന ഞെട്ടിക്കുന്ന വാർത്ത.